അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ്. ഈ പൊന്നുമോള് പട്ടിണി കിടക്കുന്നറിഞ്ഞാൽ അലിയാര് തങ്ങൾക്ക് ദുഃഖമാണ്. പകല് മുഴുവനും കഷ്ടപ്പെട്ടുകൊണ്ട് പകലന്തിയോളം പണിയെടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പൊന്നുമോളാണെന്ന് മനസ്സിലാക്കിയിട്ട് തോട്ടത്തിൽ പോയി പണിയെടുത്തുകൊണ്ട് കിട്ടുന്നതാകുന്ന പണം കൊണ്ടുവന്ന് ഭാര്യയുടെ വിശപ്പടക്കിയിരുന്നതായ രണഭൂമിയിലെ വീരശൂരനായിരുന്നു അലിയാര് തങ്ങൾ റളിയല്ലാഹു അൻഹു. ആ അലിയാര് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. തീർന്നില്ല വഉമ്മുൽ ഹസനി വൽ ഹുസൈൻ. അല്ലാഹുവിന്റെ റസൂൽ സുന്നത്ത് നമസ്കരിക്കുന്ന വേളയിൽ ആ റസൂലുള്ളാഹിന്റെ മുതുകിൽ കയറിയിരുന്നുകൊണ്ട് റസൂലുള്ളാഹി ആനയാക്കി കുതിരയാക്കി കളിച്ചുകൊണ്ട് ദീർഘനേരം റസൂലുള്ളാഹി സുജൂദിൽ കടന്നുകൊണ്ട് സ്നേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. അതുകൊണ്ട് ഖബറേ നീ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവരെ ഒന്ന് ഗൗനിക്കണേ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബത്തിൽ ഏറ്റവും പ്രായം ചെന്നതാകുന്ന സ്വഹാബി ഫാത്തിമ ബീവിയുടെ ജനാസ കൊണ്ടുവന്ന ഖബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ സഹോദരാ, ഇന്നലെ വരെ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്റെ പിന്നാമ്പുറത്ത് കയറി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി മംഗലാപുരം ടൗണിലൂടെ കറങ്ങി നടന്ന പെങ്ങളെ പഠിച്ചു വെക്കണേ സഹോദരി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഖബർ സംസാരിക്കുകയാണ്. ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബർ വല്ലാത്ത ശബ്ദമിടുകയാണ്. ഖബർ പറയുകയാണ് മാ അന മൗലിഉ ഹസബിൻ വലാ നസബ്, മാ അന മൗലിഉ ഹസബിൻ വലാ നസബ്. ഒരു കുടുംബ മഹിമയോ ഒരു കുലമഹിമയോ ഒരു തറവാട്ട് മഹിമയോ എന്നോട് പറയരുതേ. റസൂലുള്ളാഹിന്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഖബറിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. അലിയാര് തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഖബറിൽ ഇടുക്കത്തിനൊരു കുറവുണ്ടാവുകയില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് ഈ ഖബർ പിടിച്ച് ചുംബിക്കുമെന്ന് കരുതേണ്ട. ഇന്നമാ അന മൗലിഉ അമലി സ്വാലിഹ്. ജീവിതത്തിൽ സുകൃതം ചെയ്തിട്ടുണ്ടോ, നമസ്കരിച്ചിട്ടുണ്ടോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ, സകാത്ത് കൊടുത്തിട്ടുണ്ടോ, പാപങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ടോ, നിരാലംബര കമലമായിട്ടുണ്ടോ, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തിട്ടുണ്ടോ, ആലിമീങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ടോ, ദുനിയാവിൽ പാവപ്പെട്ടതാകുന്ന ആളുകൾക്ക് ബഹുമാന ആദരവുകൾ കൊടുത്തിട്ടുണ്ടോ, മക്കൾക്ക് വേണ്ടുന്നത് സജ്ജീകരിച്ചിട്ടുണ്ടോ, സ്വന്തം ഭർത്താവിന് ഖിദ്മത്തെടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ, വസ്ത്രവിധാനം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് രക്ഷയാണ്. ഇന്നമാ അന മൗലിഉ അമലി സ്വാലിഹ്. നമസ്കാരം നിലനിർത്തിയവർക്ക് സ്വാഗതമാണ്, നോമ്പ് പിടിച്ചവർക്ക് സ്വാഗതമാണ്, സകാത്ത് കൊടുത്തവർക്ക് സ്വാഗതമാണ്, വസ്ത്രവിധാനം ശരിയാക്കിയവർക്ക് സ്വാഗതമാണ്. സുഹൃതം ചെയ്തവരുണ്ടെങ്കിൽ ഖബറിലേക്ക് വന്നാൽ മതി. ഒരു മഹിമയും തറവാട്ട് മഹിമയും പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരിയായ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ വരുമ്പോൾ പൊട്ടിക്കരയുകയാണ്. ചോദിച്ചു പോയി, എന്തിനാണ് നീ കരയുന്നത്? അപ്പോഴാണ് പറയുന്നത്, പൊന്നുമോളെ കൂട്ടുകാരി, ഞാനൊരു വാർത്ത കേട്ടുപോയി. ജനങ്ങളുടേതാകുന്ന ജനാസ കൊണ്ടുപോകുന്നത് മയ്യത്ത് കട്ടിലാകുന്ന ഒറ്റപ്പലകയുടെ മേൽ കടത്തിക്കൊണ്ടാണ് പോകാറുള്ളത്. അങ്ങനെ ഞാൻ നാളെ മരിച്ചുപോയാൽ എന്റെ ജനാസ അങ്ങനെ കൊണ്ടുപോകുമ്പോ കേവലം ഒരൊറ്റപ്പലകയുടെ മേൽ കടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് എന്റെ ശരീരത്തിൻ്റെതാകുന്ന എല്ലാ ഭാഗങ്ങളും മറ്റുള്ള പരപുരുഷന്മാര് ദർശിക്കില്ലേ? എന്റെ ശരീരത്തിൻ്റെതാകുന്ന അനാട്ടമി ജനങ്ങൾ മനസ്സിലാക്കില്ലേ എന്ന് പറഞ്ഞാൽ ഒറ്റ പലകയിലാണ്. നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും, ഹോസ്പിറ്റലിൽ നമ്മൾ ആരെങ്കിലും ആക്സിഡന്റ് ആയിട്ട് അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവരിങ്ങനെ വേഗം ഒരു സ്ട്രക്ചർ ആയിട്ട് വരും. കണ്ടിട്ടില്ലേ നിങ്ങൾ? ആളെ കൂടെ കടത്തി കഴിഞ്ഞാൽ ആളെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇത് 4 കാലുണ്ടാവും, 4 സൈഡിൽ പിടിക്കാനുള്ള ഒരു ഇതുണ്ടാവും. ഒരൊറ്റ പലകയാണ് നമ്മുടെ ഈ കട്ടിലിന്റെ മുകൾ ഭാഗം പോലെ. എന്നിട്ട് അതുമ്മ പിടിച്ചോണ്ട് ഒരു വേഗം ഓടും, അങ്ങനെ ഓടി തള്ളിച്ചും കൊണ്ടുപോകും. അതിനൊരു സ്ട്രക്ചർ ഇല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒറ്റ പലകയുടെ മേല് ബഹുമാനപ്പെട്ടതാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഒറ്റ പലകയുടെ മേല് ഇപ്പോൾ ജനങ്ങളെ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞു. ജനങ്ങളുടെ മയ്യത്ത് അന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. മദീന പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്
അന്ന് നമ്മുടെ ഇന്നിപ്പം നമ്മൾ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലല്ലേ അല്ലേ? ഇവിടെയൊക്കെ അങ്ങനെയല്ലേ? ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിൽ അല്ലേ? അത് ആദ്യമായി കൊണ്ടുവരുന്നത് മദീനയിലേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയാണ്. ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിൽ, അങ്ങനെ മറച്ചിട്ടുള്ള മയ്യത്തിടില്ല. അത് ആദ്യം ഒരൊറ്റ പലകയുടെ കൊല്ലുണ്ട്. ആ പലകയിൽ 4 ഭാഗത്ത് ഇങ്ങനെ 4 ആൾക്ക് പിടിക്കാനുള്ള ഒരു കൈ ഉണ്ടാവും. അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുകയാ. കൂട്ടുകാരിയാകുന്ന അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ഉറക്കെ പറയും, സ്വഹാബിയത്താൻ. അവര് ചോദിച്ചു, എന്തിനാ ഈ കരയുന്നു? കൂട്ടുകാരിയാണ്, കാണാൻ വന്നതാ. അപ്പൊ ഇങ്ങനെ കരയുക. എന്താ കരയുന്നത്? അവൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഒരു കാര്യം, ഇങ്ങനെ മയ്യത്ത് കെട്ടില് ഒറ്റപ്പലകയുള്ള മയ്യത്ത് കെട്ടിലാണെന്ന് മനസ്സിലാക്കി. ഇത്രയും നാള് ഞാൻ എന്റെ ശരീരം മറ്റുള്ളതാകുന്ന പരപുരുഷന്മാര് കാണാതെ പരിപൂർണമായി മറച്ചു നടക്കുകയാണ്. നാളെ ഞാൻ മരിച്ചുമ്പോ എന്നെ 3 തുണി കഫം പുടവിയിൽ പൊതിഞ്ഞിട്ട് ഈ മയ്യത്ത് കട്ടിലിൽ കടത്തിയിട്ട് 4 ആളിങ്ങനെ പിടിച്ചുകൊണ്ടു പോകുമ്പോ ആ ഫാത്തിമ ബീവി മുത്തുനബിയുടെ മകളാകുന്ന ഫാത്തിമയ്ക്ക് ഇത്ര നീളമായിരുന്നു, ഇത്ര വണ്ണമുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ എന്റെ ശരീരത്തിൻ്റെതാകുന്ന അവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? അതോർത്തിട്ട് ഞാൻ കരയുന്നു എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മനസ്സിലാക്കണം, ജീവിച്ചിരിക്കുമ്പോഴുള്ള ചിന്തയല്ല, മരിച്ചതിന് ശേഷം, മരണപ്പെട്ടു പോയതിന് ശേഷം എന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഒറ്റപ്പലകയുള്ള മയ്യത്ത് കട്ടിലിന്മേൽ കടത്തിയിട്ട് എന്റെ ജനാസ ഇങ്ങനെ ജനങ്ങൾ തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ഈ മദീനയിലുള്ള പാരാവാരമുള്ള വിശ്വാസ സമൂഹം മുഴുവനും ഒരുമിച്ച് കൂടും. കാരണം മുത്തുനബിയുടെ മകളുടെ ജനാസയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ എന്റെ ശരീരത്തിലേക്ക് അവർ ഇങ്ങനെ നോക്കും. മുത്തുനബിയുടെ മകൾക്ക് ഇത്ര നീളമുണ്ടായിരുന്നു, 5 അടി നീളമുണ്ടായിരുന്നു, ഇത്ര വണ്ണമുണ്ടായിരുന്നു എന്നവർ മനസ്സിലാക്കും. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. മയ്യത്ത് കട്ടിൽ ഓർത്തിട്ട് കരയുന്ന ഒരു വനിത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മനസ്സിലാക്കണം. അപ്പോ ഈ കൂട്ടുകാരി പറഞ്ഞു, നീ വിഷമിക്കണ്ട, അങ്ങകലെ എത്യോപ്യയിൽ ഒരു മയ്യത്ത് കട്ടിലുണ്ട്. ഏതെന്നറിയോ? ചുറ്റും മറച്ചിട്ടുള്ള ഒരു മയ്യത്ത് കട്ടിൽ, ഈന്തപ്പനയുടേതാകുന്ന ഓലകൾ കൊണ്ട് മറയ്ക്കപ്പെട്ടതാകുന്ന ഒരു മയ്യത്ത് കട്ടിൽ അവിടെ നിർമ്മിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എത്യോപ്യയിലാണുള്ളത്, ഹബിഷയിലാണുള്ളത്. ഫാത്തിമ ബീവി ചോദിച്ചു, അത് കൊള്ളാമല്ലോ, നീ ഒന്ന് കാണിച്ചു തരുമോ? പിന്നെ കാണിച്ചു തരാം. ഉടനെ വെളിയിലോട്ട് പോയി. 2 പേരും വെളിയിലിറങ്ങി, വീടിന്റെ വെളിയിലിറങ്ങി. ഈന്തപ്പന മടലുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അതിന്റെ ഒരു മോഡൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കൂട്ടുകാരിയാകുന്ന അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ മയ്യത്ത് കട്ടിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഫളഹിഖത്തു ഫാത്തിമത്തു, ഉപ്പയാകുന്ന മുത്തുനബി വഫാത്തായി ഏകദേശം 5 മാസങ്ങൾ പിന്നിടുന്നതാകുന്ന സന്ദർഭമായിരുന്നു ഇത്. അതുവരെ പുഞ്ചിരിക്കാത്ത ഫാത്തിമ അപ്പോഴാണ് ഒന്ന് പുഞ്ചിരിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. എപ്പോഴാണ് ചിരിച്ചത്? എന്റെ മയ്യത്ത് കട്ടിൽ ഇതുപോലെ മറച്ചിട്ട് മറ്റുള്ള പരപുരുഷന്മാര് കാണാത്ത നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഫളഹിഖത്ത്, പുഞ്ചിരിച്ചു. മനസ്സിലാക്കണം, അള്ളാഹു നമ്മൾക്ക് സാലിഹീങ്ങൾ ചേർക്കട്ടെ. വളരെ ഗൗരവത്തിൽ നമ്മുടെ ഉമ്മമാര് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാറിയത്? മാറാനുള്ള കാരണം ഇതാണ്. അങ്ങനെ അത്തരത്തിലുള്ളതാകുന്ന ഒരു മയ്യത്ത് കട്ടിൽ അവർക്ക് വേണ്ടി പണിയപ്പെട്ടു. അവരുടെ മയ്യത്ത് കട്ടിൽ അങ്ങനെയായിരുന്നു അവരുടെ ജനാസ കൊണ്ടുപോയത്. മനസ്സിലാക്കണം, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ അങ്ങനെയാണ് കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ടതാകുന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനിതാ മയ്യത്ത് കട്ടിലിന്റെ വലത് ഭാഗത്ത് മുന്നിൽ പിടിച്ചിട്ടുണ്ട്. എന്റെ ഇപ്പുറത്ത് നിലകൊള്ളുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്, ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ്. മയ്യത്ത് കട്ടിലിന്റെ പുറഭാഗത്ത് പിടിക്കുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുമാണ്. ഫാത്തിമ ബീവിയുടെ 2 മക്കളാണ്, പൊന്നുമക്കളാണ്, റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളാണ്. അഥവാ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീൽ കൊണ്ടുവന്ന് മയ്യത്ത് ഖബറിൻ്റെതാകുന്ന കാൽഭാഗത്തേക്ക് മയ്യത്തിന്റെ തലഭാഗം കൊണ്ടുവന്ന് വെച്ച് ഖബറിലേക്ക് ഇറക്കാൻ തുനിയുമ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയുകയാണ്, യാ ഖബറൂ
അതദ്രീ മനില്ലതി ജിനാ ബിഹാ ഇലൈക, അല്ലയോ ഖബറേ ഖബറേ, ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നതെന്ന് നിനക്കറിയില്ലയോ ഖബറേ? ഹാദിഹി ബിൻത് റസൂലില്ലാഹ്, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളായ ഫാത്തിമയുടെ ജനാസയാണ്. ഫാത്തിമ ബദഅതും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്. ആ ഫാത്തിമയെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ എന്നെ വിഷമിപ്പിച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സർട്ടിഫിക്കറ്റ് കൊടുത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമയുടെ ജനാസയാണ്. തീർന്നില്ല. വസൗജതു അലി, അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ്. ഈ പൊന്നുമോള് പട്ടിണി കിടക്കുന്നറിഞ്ഞാൽ അലിയാർ തങ്ങൾക്ക് ദുഃഖമാണ്. പകൽ മുഴുവനും കഷ്ടപ്പെട്ടുകൊണ്ട് പകലന്തിയോളം പണിയെടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പൊന്നുമോളാണെന്ന് മനസ്സിലാക്കിയിട്ട് തോട്ടത്തിൽ പോയി പണിയെടുത്തുകൊണ്ട് കിട്ടുന്നതാകുന്ന പണം കൊണ്ടുവന്ന് ഭാര്യയുടെ വിശപ്പടക്കിയിരുന്നതായ രണഭൂമിയിലെ വീരശൂരനായിരുന്നു അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു. ആ അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. തീർന്നില്ല. വഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, അല്ലാഹുവിന്റെ റസൂൽ സുന്നത്ത് നമസ്കരിക്കുന്ന വേളയിൽ ആ റസൂലുള്ളാഹിന്റെ മുതുകിൽ കയറിയിരുന്നു കൊണ്ട് റസൂലുള്ളാഹി ആനയാക്കി കുതിരയാക്കി കളിച്ചുകൊണ്ട് ദീർഘനേരം റസൂലുള്ളാഹി സുജൂദിൽ കടന്നുകൊണ്ട് സ്നേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. അതുകൊണ്ട് ഖബറേ നീ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവരെ ഒന്ന് ഗൗനിക്കണേ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബത്തിൽ ഏറ്റവും പ്രായം ചെന്നതാകുന്ന സ്വഹാബി ഫാത്തിമയുടെ ജനാസ കൊണ്ടുവന്ന ഖബറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ സഹോദരാ, ഇന്നലെ വരെ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്റെ പിന്നാമ്പുറത്ത് കയറി, ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി മംഗലാപുരം ടൗണിലൂടെ കറങ്ങി നടന്ന പെങ്ങളെ പഠിച്ചു വെക്കണേ സഹോദരി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഖബർ സംസാരിക്കുകയാണ്. ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബർ വല്ലാത്ത ശബ്ദമിടുകയാണ്. ഖബർ പറയുകയാണ് മാ അന മൗലിഉ ഹസബിൻ വലാ നസബ്, മാ അന മൗലിഉ ഹസബിൻ വലാ നസബ്. ഒരു കുടുംബ മഹിമയോ ഒരു കുലമഹിമയോ ഒരു തറവാട്ട് മഹിമയോ എന്നോട് പറയരുതേ. റസൂലുള്ളാഹിന്റെ മകളാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഖബറിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. അലിയാർ തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഖബറിൽ ഇടുക്കത്തിനൊരു കുറവുണ്ടാവുകയില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് ഈ ഖബർ പിടിച്ച് ചുംബിക്കുമെന്ന് കരുതേണ്ട. ഇന്നമാ അന മൗലിഉ അമലി സ്വാലിഹ്. ജീവിതത്തിൽ സുകൃതം ചെയ്തിട്ടുണ്ടോ, നമസ്കരിച്ചിട്ടുണ്ടോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ, സകാത്ത് കൊടുത്തിട്ടുണ്ടോ, പാപങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ടോ, നിരാലംബര കമലമായിട്ടുണ്ടോ, നിരാശർക്ക് ആശ്രയത്വം കൊടുത്തിട്ടുണ്ടോ, ആലിമീങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ടോ, ദുനിയാവിൽ പാവപ്പെട്ടതാകുന്ന ആളുകൾക്ക് ബഹുമാന ആദരവുകൾ കൊടുത്തിട്ടുണ്ടോ, മക്കൾക്ക് വേണ്ടുന്നത് സജ്ജീകരിച്ചിട്ടുണ്ടോ, സ്വന്തം ഭർത്താവിന് ഖിദ്മത്തെടുത്തുകൊണ്ട് കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ, വസ്ത്രവിധാനം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എങ്കിൽ നിങ്ങൾക്ക് രക്ഷയാണ്. ഇന്നമാ അന മൗലിഉ അമലി സ്വാലിഹ്. നമസ്കാരം നിലനിർത്തിയവർക്ക് സ്വാഗതമാണ്, നോമ്പ് പിടിച്ചവർക്ക് സ്വാഗതമാണ്, സകാത്ത് കൊടുത്തവർക്ക് സ്വാഗതമാണ്, വസ്ത്രവിധാനം ശരിയാക്കിയവർക്ക് സ്വാഗതമാണ്. സുഹൃതം ചെയ്തവരുണ്ടെങ്കിൽ ഖബറിലേക്ക് വന്നാൽ മതി. ഒരു മഹിമയും തറവാട്ട് മഹിമയും പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കണ്ട. ആ ഒരു ഖബറിലേക്ക് പെങ്ങളെ നിനക്ക് പോയി കടക്കണ്ടേ. ആരോടകണി
ഈ പറയുന്നത്? ആരോടാണ് ഈ ഖബർ ഇങ്ങനെ ഒച്ചയിടുന്നത്? റസൂലുള്ളാഹിന്റെ പൊന്നുമോളാണ്. ജീവിതത്തിൽ മുഴുവനും സംശുദ്ധമായ ജീവിതം നയിച്ച, തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിച്ച, നമസ്കാരങ്ങൾ ചിട്ടവച്ച, റവാത്തിബ് സുന്നത്തുകൾ അനുഷ്ഠിച്ച, നല്ല ദിവസങ്ങളും നല്ല മാസങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ച, ദുനിയാവിൽ സ്വഹാബത്തിനെ വല്ലാതെ ഇഷ്ടം വെച്ച, അലിയാർ തങ്ങൾക്ക് പരിപൂർണമായ ഖിദ്മത്ത് എടുത്ത, അവസാനം വഫാത്തിന്റെ തലേന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് എന്റെ ഖിദ്മത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു വരണേ എന്ന് ചോദിച്ചുകൊണ്ട് ഭർത്താവിനെ പൊട്ടിക്കരയിച്ച, എന്റെ ജനാസ ഈ ഒറ്റപ്പലകയുടെ മേലാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ പരപുരുഷന്മാര് 3 തുണി കഫം പൊതിഞ്ഞിട്ടാണെങ്കിൽ പോലും അന്യരാക്കപ്പെട്ട പരപുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ നീളം അതിൻ്റെതാകുന്ന വണ്ണം മറ്റുള്ളവരെ കാണില്ല എന്നോർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എത്രത്തോളം ശ്രദ്ധിച്ചവരാണ്. പരിപൂർണമായി മറച്ചതാകുന്ന മയ്യത്ത് കട്ടിലിൽ അതിന്മേലൊരു തുണിയിട്ടിട്ട് മയ്യത്തടക്കുന്ന നേരത്ത് ഒരു തുണി മുകളിൽ പിടിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ട്, പാതിരാത്രി സമയത്ത് അടക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ട്, എല്ലാ സമയത്തും പരപുരുഷന്മാരും കാണരുതേ എന്ന് വല്ലാതെ നിർബന്ധം പിടിച്ചിട്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഖബർ കാണിക്കുന്ന സമീപനം ഇതാണ് എങ്കിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ആ ഖബറിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ആ ഇരുട്ടറയിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിച്ചോ. നമസ്കാരങ്ങൾ ചിട്ടവെച്ച്, നോമ്പുകൾ നോറ്റ് വീട്ടി ഭർത്താവിനനുസരിച്ചുകൊണ്ട് കുടുംബജീവിതം സന്തോഷകരമാക്കിക്കോ. നിന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചിട്ട് ഈ ദുനിയാവ് നശ്വരമാണെന്ന് നീ മനസ്സിലാക്കണേ. 60 70 വയസ്സ് മാത്രമാണ് നിനക്കിവിടെ ജീവിതമുള്ളെന്ന് മനസ്സിലാക്കണം. എത്രയെത്ര സിനിമാ നടന്മാർ ഈ ലോകത്ത് കഴിഞ്ഞുപോയി. ഇന്ന് ആറടി മണ്ണിന്റെ ഇരുട്ടറയിലാണവർ. എത്ര ഏകാധിപതികൾ കഴിഞ്ഞുപോയി, എത്ര സ്വേച്ഛാധിപതികൾ കഴിഞ്ഞുപോയി. പറയും മക്കളെ, ഫിർഔൻ എവിടെ പോയി, നമ്രൂദ് എവിടെ പോയി, ഹാറൂൻ എവിടെ പോയി, ഹമാൻ എവിടെ പോയി? എല്ലാവരും ഖബറിലാണ്, ഖബറിലാണ്. ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നമ്മളും ചെല്ലേണ്ടതല്ലയോ? അതുകൊണ്ട് ജീവിതത്തിൽ സുഹൃതം ചെയ്തുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നിലകൊള്ളണേ. മോശപ്പെട്ടതാകുന്ന വസ്ത്രവിധാനം നടത്തി ഖബറിലും ഭീഷണി നേരിടേണ്ടി വരരുതേ. നല്ല അമൽ ചെയ്തുകൊണ്ട് മുന്നേറണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അല്ലാഹു സ്വീകരിക്കട്ടെ.